കൽപ്പന കൊടുക്കാൻ തുടങ്ങി. കൽപ്പനയുടെ പ്രത്യേകത അനുസരിച്ചേ കഴിയുള്ളൂ. ഇവരോട് പറയാണ്, എനിക്ക് ലഭിച്ചിരിക്കുകയാണ് എന്ത്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? ഒന്ന്, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. ചിലർ ചോദിക്കും, ഞങ്ങൾ അതിന് ക്രിസ്ത്യാനികളല്ലല്ലോ, ഞങ്ങളോട് എന്തിനാണ് പ്രസംഗിക്കുന്നത്? ഞങ്ങൾ ബന്ധുക്കൂസുകാരല്ലല്ലോ, ഞങ്ങളെ എന്തിനാണ് നിങ്ങളുടെ മീറ്റിങ്ങിന് വിളിച്ചത്? ഞങ്ങൾ നിങ്ങളുടെ പള്ളിക്കാരല്ലല്ലോ, നിങ്ങളുടെ പ്രസംഗത്തിന് എന്തിനാണ് ഞങ്ങളെ വിളിച്ചത്? മറുപടി, യേശു ക്രിസ്തു പറഞ്ഞു, നീ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൽപ്പനകൾ, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വിശ്വസിക്കുന്നവരെ, those who believe, വിശ്വസിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്തോ വിശ്വസിക്കുന്നവരെ? കർത്താവായ യേശു ക്രിസ്തു, തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. പഴയ നിയമം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവൻ കാൽവറിയിൽ മരിച്ചു. അവൻ്റെ മരണത്തിൽ രക്ഷയുണ്ടെന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്നും അവൻ നമ്മുടെ രാജാവായി വീണ്ടും വരുന്നുവെന്നും ഇതാണ് സുവിശേഷം. ഇത് വിശ്വസിക്കുന്നവരെ എന്തോ ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. രണ്ട്, സ്നാനം കഴിച്ചിട്ട് അവരെ അവർ വഴിക്ക് വിടരുത്. മൂന്ന്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ, എന്നോട് കേട്ടതൊക്കെ നിങ്ങൾ അവരെ പഠിപ്പിക്കണം. പഠിപ്പിക്കുമ്പോഴെന്തായിത്തീരും? പഠിച്ചവരെ ശിഷ്യന്മാരായിത്തീരും. കേട്ടല്ലോ? ഒന്ന്, നിങ്ങൾ പോകണം, നിങ്ങൾ പ്രസംഗിക്കണം, സ്നാനപ്പെടുത്തണം, പഠിപ്പിക്കണം, ശിഷ്യന്മാരാക്കി തീർക്കണം. ഇതാര് പറഞ്ഞതാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അല്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ സ്നാന ശുശ്രൂഷയെ വേദപുസ്തകത്തിൽ നാം കർത്താവിൻ്റെ കൽപ്പന എന്നാണ് പറയുന്നത്. കാരണം ആര് കൽപ്പിച്ചതാ? നമ്മുടെ കർത്താവ് കൽപ്പിച്ചതാ, ഇല്ലേ? ഇനിയും സ്നാന ശുശ്രൂഷ നടത്തുമ്പോഴൊക്കെ സ്നാനത്തെ പറ്റി ഞാൻ പ്രസംഗിക്കും. സ്നാന ശുശ്രൂഷ നടത്തുമ്പോൾ മാത്രമല്ല, ആളുകളെ കാണുമ്പോഴൊക്കെ അവരോട് സ്നാനപ്പെട്ടെന്ന് ചോദിക്കും. സ്നാനപ്പെടാത്തവരൊക്കെ എന്തോ ചെയ്യും? സ്നാനപ്പെടുമെന്ന് പറയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലരെന്നോട് ചോദിക്കും, പാസ്റ്റർക്ക് വേറെ ഒന്നും പറയാനില്ലയോ? പാസ്റ്റർക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിസ്സാരമായ മറുപടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഹോട്ടലിൽ ചെന്ന് ഊണ് കഴിക്കാൻ കയറിയാൽ ഇരയിടുമ്പോൾ നിങ്ങളൊരു ഊണാ ചോദിക്കുന്നില്ലയോ? അവൻ കൊണ്ട് നിശ്ചയം തോരൻ വെച്ചു, അത് കഴിഞ്ഞ് ശകലം അവിയൽ വെച്ചു, ഒരു അച്ചാറും വെച്ചു, പിന്നെ ഒരു പപ്പടം വെച്ചു, അടുത്ത ബില്ലും തന്നു. നിങ്ങൾ ബില്ല് പേ ചെയ്യുമോ? അതിൻ്റെ ബില്ല് വേഗത്തിൽ ചോറ് വന്നില്ലല്ലേ? അപ്പൊ ഊണിലെ പ്രധാന ഐറ്റം ഏതാ? ചോറാണല്ലേ? അതില്ലെങ്കിൽ ഈ ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ടോ? കളിപ്പീര് പരിപാടിയാണ്. വിശുദ്ധ വേദ പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും താന് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നതും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും അവർ പ്രവർത്തിച്ചതും ആയ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ കൽപ്പനകളിൽ അതിപ്രധാനപ്പെട്ടതാണ് വിശുദ്ധ സ്നാന ശുശ്രൂഷ. അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ല മറ്റ് ഒന്നും. ആളുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പ്രസംഗം എന്നറിയാമോ? കർത്താവിന്റെ സ്വീകരിക്കട്ടെ, അവൻ നിന്റെ രോഗം സൗഖ്യമാക്കാൻ അവൻ നിന്റെ രോഗം ഉണ്ടാകില്ല, അവൻ നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റാൻ പോവുകയാണ്. നിനക്ക് സ്വിസ് ബാങ്കിൽ 1 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. സ്വർഗത്തിലോട്ട് പോകുന്നേരത്ത് സ്വിസ് ബാങ്കിൽ ഒറ്റ പൈസ കൊണ്ട് പോകും? പോകത്തില്ല, ആണല്ലോ. അപ്പൊ അതിപ്രധാനമായത് വിശുദ്ധ സ്നാന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ആൾക്കാരെ ഗ്രഹിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആളുകളെ നിർബന്ധിച്ചോ പേടിപ്പിച്ചോ സ്നാനപ്പെടുത്താനല്ല. ആരെയെ സ്നാനപ്പെടുത്താൻ പറഞ്ഞുള്ളൂ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ മതി. ഇനിയും ശിഷ്യന്മാരോട് ചോദിച്ച ശിഷ്യന്മാരെ വിശ്വസിക്കുന്നു എന്നല്ല ചോദിച്ചത്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്നാണ്. ഇങ്ങനല്ലേ? ഫിലിപ്പോസ് ചണ്ണനോട് എന്താ ചോദിച്ചത്? നിനക്ക് വിശ്വാസം ഉണ്ടായാലാകാവുന്നതാണോ? പിന്നെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു.
നമ്മളിപ്പോഴും അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്താണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത? അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ള വാട്ട് ഇറ്റ് ഈസ്. ബാപ്തോസ് എന്ന ഗ്രീക്ക് പദമാണ് നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഉപയോഗിച്ചത്. ബാപ്തോസ്. ബാപ്തോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നിമജ്ജനം ചെയ്യുക, വെള്ളത്തിൽ പൂർണ്ണമായി മുക്കുക. അതാണ് ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. പക്ഷേ ഇംഗ്ലീഷിലൊക്കെ പരിഭാഷപ്പെടുത്തിയപ്പോൾ എമേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം, എമേഴ്സ് എന്ന് പറഞ്ഞാൽ നിമജ്ജനം, പരിപൂർണ്ണമായിട്ട് മുക്കിയെടുക്കുക എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം അവർ ബാപ്റ്റൈസ് എന്ന വാക്ക് തന്നെ എഴുതി. അതുകൊണ്ട് വായനക്കാരായ ആൾക്കാരിൽ വ്യാപകമായ തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അതുകൊണ്ടാണ് പല സഭകളും സ്നാനപ്പെടുത്തുമ്പോൾ വെള്ളത്തിൽ മുക്കാതെ എന്തോ ചെയ്യുന്നത്, വെള്ളം അതിൻ്റെ മണ്ടയ്ക്ക് കുടയുന്നത്. മനസ്സിലായോ? ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, പരിപ്പും തോരനും തന്നിട്ട് ഊണ് തന്നെന്ന് പറഞ്ഞ് നിങ്ങൾ സംഭവിക്കത്തില്ല. അത്രയും ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിമജ്ജനം ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിടത്ത് തലയെ തളിച്ചു വിട്ടാൽ സ്നാനമാണെന്ന് വിശ്വസിക്കാൻ എങ്ങനെയാ മനുഷ്യന് കഴിയുന്നത്? എങ്ങനെയാ മനുഷ്യന് കഴിയുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതുകൊണ്ടാണ് മനുഷ്യനത് മനസ്സിലാകാത്തത്. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം നിമജ്ജനം ചെയ്യുക. രണ്ട്, ആരാണിത് തുടങ്ങിയത്? ഇത് ഭൂമിയിൽ ഇത് ആരംഭിച്ച സ്നാപക യോഹന്നാനാണ്. അതുകൊണ്ടാണ് യോഹന്നാന് സ്നാപക യോഹന്നാൻ എന്ന് പേര് വന്നത്. ഈ സ്നാപക യോഹന്നാൻ എന്തിനായി തുടങ്ങിയെന്നറിയാമോ? യോഹന്നാൻ പറഞ്ഞു, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. അപ്പോൾ മനുഷ്യനെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതിന് ആരാ യോഹന്നാനെ അയച്ചത്? സ്വർഗസ്ഥനായ ദൈവം ആരംഭിച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ സ്നാനം ആരുടെ പദ്ധതിയാണ്? ആരുടെ പദ്ധതിയാ? ഇത് ആരുടെ പ്രോഗ്രാമാണ്? തെറ്റിദ്ധരിച്ചു പോകരുത്. സ്നാനപ്പെട്ട ആരോടും നിങ്ങൾ ബന്ധുക്കോസുകാരുടെ കൂടെ പോയി സ്നാനപ്പെട്ടു എന്ന് അറിയാതെ പോലും പറയരുത്. ഇത് ബന്ധുക്കോസുകാരുടെ പ്രോഗ്രാം അല്ല, ഇത് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. സ്നാനം എന്നുള്ളത് ദൈവം ഡിവൈസ് ചെയ്തതാണ്, ബന്ധുക്കോസുകാരുടെ പ്രോഗ്രാം അല്ലത്. ബന്ധുക്കോസുകാരെ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും ആ കാര്യം ബന്ധുക്കോസുകാർക്ക് കൊണ്ട് വിട്ടുകൊടുത്തു കളയരുത്. ഇത് പിതാക്കന്മാർക്ക് ദൈവം കാണിച്ചു കൊടുത്തത് മക്കളായി നമ്മൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ലോകത്തിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രം അവരുടെ കുത്തകയായിട്ട് കൊണ്ട് നടക്കുന്നതിനല്ല. അപ്പം ഞാൻ സ്നാനം ആരാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. ഇനി ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ എന്താണ്? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞു, അല്ലയോ? ഇനി അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് നിന്ന് ഒഴിവുള്ളവരാണോ, എക്സംഷനോ, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുമോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്, അല്ലേ? ആണല്ലോ. ഇനി അവന് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്. അവന് 40 ദിവസം പ്രായമായപ്പോൾ യെരുശലേം ദേവാലയത്തിൽ അവനെ കൊണ്ടുചെന്നപ്പോൾ അവനെ എടുത്തിട്ട് പ്രവാചക ശ്രേഷ്ഠനായ ആള് പറഞ്ഞു, എന്താണെന്നറിയാമോ? ഇത് സകല ജാതികൾക്ക് മുമ്പ് ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷയാണെന്ന് പറഞ്ഞു. അവന്റെ 12-ാമത്തെ വയസ്സിൽ 3 രാവും 3 പകലും യെരുശലേം ദേവാലയത്തിൽ മൂപ്പന്മാരോടും ന്യായശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും തർക്കിച്ചും വാദിച്ചും തന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അളവ് അവൻ തെളിയിച്ചതാണ്. അത് കഴിഞ്ഞ് നോക്കിയേ, അവൻ്റെ 30-ാമത്തെ വയസ്സിൽ അവൻ യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഇറങ്ങി വരുമ്പോൾ ഈ ആളെ കണ്ടിട്ട് യോഹന്നാൻ പറയുകയാണ്, നോ 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 നോ, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ കാര്യം എന്താ? അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധൻ മനുഷ്യനോട് പറയുക, അങ്ങനെ അല്ല യോഹന്നാനെ, നീ എന്നെ സ്നാനപ്പെടുത്തണം. എന്തിനാ നീ എന്നെ സ്നാനപ്പെടുത്തുന്നത്? ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കാം, കർത്താവേ, നീ എന്തിനാ ഭൂമിയിൽ വന്ന് സ്നാനപ്പെട്ടത്? നീ അശുദ്ധനല്ലായിരുന്നു, പാപിയല്ലായിരുന്നു, നിന്നിൽ കുറ്റമില്ലായിരുന്നു, നീ വിശുദ്ധനെന്ന് നിന്റെ ജനനം മുതൽ നീ 30 വയസ്സ് വരെ തെളിയിച്ചിട്ട് നീ എന്തിനാണ് സ്നാനമേൽക്കാൻ വന്നത്? മറുപടി എന്താണെന്നറിയാമോ?
അത് ദൈവത്തിന്റെ മുമ്പാകെ നീതിയാണ്. ദൈവത്തിന്റെ മുമ്പാകെ നീതിയാണ്. മനസ്സിലായോ? അപ്പൊ എന്തിനാ സ്നാനപ്പെടുന്നത്? ഇപ്പൊ എത്ര കാര്യം ഞാൻ പറഞ്ഞു? ഒന്നാമത് ഞാൻ പറഞ്ഞു അത് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു, ഇല്ലയോ? രണ്ടാമത് പറഞ്ഞെന്താന്ന് പറഞ്ഞു? അതിൽ ആർക്കും എക്സെപ്ഷൻ, ഒഴിവില്ല. നീതിമാനായ കർത്താവ്, വിശുദ്ധനായ കർത്താവിന് പോലും അത് ഒഴിവില്ലായിരുന്നു. അത് ദൈവത്തിന്റെ നീതിയാണ്. എന്തിനാ ഞാൻ സ്നാനപ്പെട്ടത്? ആ ദൈവത്തിന്റെ നീതിയായതുകൊണ്ട്, ദൈവം മുമ്പാകെ നീതിയായതുകൊണ്ട്. ഇനിയും ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിൽ വേറൊരു സംഭവം നടക്കും. അതറിയാമോ? സ്വർഗത്തിൽ നമ്മുടെ പേര് തിരുത്തി എഴുതും. സ്വർഗത്തിൽ നമ്മുടെ പേര് വേദപുസ്തകത്തിൽ അവനും ഇവനും അവിടെ ജനിച്ചു എന്ന് രഹബിനെ പറ്റി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജനനത്തിന്റെ കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുക. അതുവരെ എന്നെ പറ്റി സ്വർഗത്തിൽ എഴുതിയിരുന്നു. ഇന്നിടത്ത് ഇന്ന അപ്പന്റെ അമ്മയുടെ മകനായിട്ട്, ഇന്ന സ്ഥലത്ത് ഭൂമിയിൽ ജനിച്ചു മനുഷ്യനായിട്ട്, അല്ലേ? അത് കഴിഞ്ഞറിയാമോ? ഒരു ദിവസം എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷകനാണെന്ന് മനസ്സിലായ ദിവസം എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സ്വീകരിച്ചപ്പം അടുത്ത പേജിൽ എന്റെ പേര് എന്തെന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. മക്കളായെന്നാണോ? പിന്നെന്തേ ഉള്ളൂ? ആകുവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പെണ്ണിനെയും ചെറുക്കനെയും കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, വേണ്ടപ്പെട്ട ആ കാര്യം തീരുമാനിച്ച് 2 പള്ളിക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് എന്തോ ചെയ്യും? ഇവളെ ഇന്നിടത്ത് വെച്ച് ഇന്ന മാസം ഇത്രാം തീയതി ഇന്നയാളുടെ കർത്തൃത്വത്തിൽ വിവാഹം കഴിപ്പിക്കാമെന്ന് തീരുമാനിച്ച് അന്യോന്യം കുറി കൊടുക്കും, അല്ലേ? അതിൻ്റെ അർത്ഥം അവർ കെട്ടിയോളായെന്നാണോ? അല്ല. ഇനിയും അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ഏതിനുള്ള? ഭാര്യയും ഭർത്താവാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ്. അപ്പൊ നോക്കിയേ, അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിച്ചപ്പോ ദൈവമക്കളായില്ല, പിന്നെ ആകുന്നതിനുള്ള അധികാരം, റൈറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി സ്വർഗത്തിൽ മൂന്നാമത് എഴുതാൻ പോവാ. എന്താ എഴുതാൻ പോകുന്നറിയാമോ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാൻ പോവാ. മനസ്സിലായി? വെള്ളത്താലും ആത്മാവിലും വീണ്ടും ജനനമായ സ്നാന ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ പോവുക. യോഹന്നാൻ പറഞ്ഞെന്നറിയാമോ? സാക്ഷി പറയുന്ന 3 പേരുണ്ട്. ആരൊക്കെ 3 പേരെന്നറിയാമോ? ഒന്ന്, ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുള്ള ആത്മാവിനോട് പറയും. എന്തോ പറയും? നീ ദൈവവൈതലാണ്. എന്നിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിലും പറയും അവൻ ദൈവത്തിന്റെ പൈതലാണെന്ന്. രണ്ടാമത്തെ ആള് ചോര, രക്തം. ഏത് രക്തം? നമ്മൾ വിശുദ്ധീകരിച്ച യേശുവിന്റെ രക്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ വിശുദ്ധീകരിച്ച യേശുവിന്റെ രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ആ ചോര സ്വർഗത്തിൽ പറയും. എന്തോ സാക്ഷി പറയും? ഇവനെ ഞാൻ കഴുകി ശുദ്ധീകരിച്ചതാണെന്ന്. മനസ്സിലായോ? ഇനി മൂന്നാമതൊരാളുടെ സാക്ഷി പറയണം. ആരാ മൂന്നാമതാണെന്നറിയാമോ? ഈ കുളത്തിൽ കിടക്കുന്ന ആള്, വെള്ളം. ഈ വെള്ളം ആരോട് സാക്ഷി പറയണം? സ്വർഗത്തോട് സാക്ഷി പറയണം. എന്തോ സാക്ഷി പറയണം? ഞാൻ ഇവളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചതാണ് എന്ന് സാക്ഷി പറയണം. മനസ്സിലായോ? അപ്പം സ്നാനം കഴിയുമ്പോൾ പേര് തിരുത്തുന്ന കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ പേര് തിരുത്തും, അല്ലയോ? തിരുത്തത്തില്ലയോ? ഇംഗ്ലീഷ് പറച്ചിലുണ്ട്, എവരി മാൻ ലൂസസ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് എവരി വുമൺ ഗെറ്റ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി. കല്യാണത്തോടെ അല്ലേ? എവരി വുമൺ ഗെറ്റ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി. അതുപോലെ ഈ ശുശ്രൂഷ കഴിയുമ്പോ ശ്രദ്ധിച്ചിരുന്നോണേ, യഹൂദന്മാരുടെ യെരുശലേം ദേവാലയത്തിലും അതിനു മുമ്പുണ്ടായ സമാഗമന കൂടാരത്തിലും പ്രാകാരത്തിൽ ചെന്ന് യാഗപീഠത്തിന്റെ അവിടെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ യാഗപീഠത്തിനോട് ചേർന്നിരിക്കുന്ന സാധനമുണ്ട്, താമ്രത്തൊട്ടി. കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചു തന്നല്ലേ? ഈ താമ്രത്തൊട്ടിയിൽ ഇറങ്ങണം. എന്തിനാ? കഴുകുന്നതിന്, ഇല്ലയോ? താമ്രത്തൊട്ടിയിൽ കഴുകി കഴിയുമ്പോ പേര് മാറി. പേരെന്തെന്നറിയാമോ? വിശുദ്ധനല്ല.
മനസ്സിലായോ? സ്വർഗത്തിൽ ഇന്ന് സ്വപ്നമോളുടെ പേരെഴുതുന്നതിന് മുൻപ് അതിന്റെ കൂടെ ഒരു പ്രിഫിക്സ് എഴുതി വെക്കും. എന്തുവാ പ്രിഫിക്സ് എന്നറിയാമോ? വിശുദ്ധ. മനസ്സിലായോ? ഏതോസം പറയുന്നത് അവൻ നമ്മളെ വിശുദ്ധനെന്ന് എണ്ണിയെന്ന. നമ്മൾ വിശുദ്ധനായതാണോ? അല്ല, പിന്നെന്താ? സ്വർഗത്തിൽ നമ്മുടെ പേര് മാറ്റി എഴുതി. എങ്ങനെ എഴുതി? കാരണം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആലയത്തിന്റെ അടുത്ത പടികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആർക്കേ കഴിയത്തുള്ളൂ? താമ്രത്തൊട്ടിയിൽ ഇറങ്ങി ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധൻ എന്ന പേര് കിട്ടിയവന് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ എന്തിനാ സ്നാനപ്പെടുത്തുന്നതാ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചു കഴിയുമ്പം സ്വർഗത്തിൽ നമ്മുടെ പേര് മാറി വിശുദ്ധനെന്നും വിശുദ്ധയുമെന്ന പേര് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്തിനാ സ്നാനപ്പെടുത്തുന്നത്? റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുമ്പോ പൗലോസ് താൻ അതുവരെ കണ്ടിട്ടില്ലാത്ത റോമിലെ വിശ്വാസികൾക്ക് ഒരു ലേഖനം എഴുതുക. അവരെ ആരും കണ്ടിട്ടില്ല. പൗലോസിന്റെ കുറച്ച് ശിഷ്യന്മാര് റോമിൽ പോയി സഭ സ്ഥാപിച്ച് ധാരാളം സഭകൾ ഉണ്ടായപ്പോ അവിടുന്ന് വന്ന ആളുകള് അവിടുത്തെ സഭയുടെ കാര്യങ്ങള് പൗലോസിനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോ അവർക്ക് മറുപടി പൗലോസ് പറയുകയാണ്. റോമാലേഖനത്തിന്റെ 6-ാം അധ്യായം. അവര് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അവര് പറഞ്ഞു, പൗലോസ് ഉപദേശി, ഞങ്ങളുടെ സഭയില് 2 തരം വിശ്വാസികളുണ്ട്. ഒരു തരം വിശ്വാസികൾ ആരാന്നറിയാമോ? അവര് റോമാക്കാരും യവനന്മാരും ഇതര ജാതിയിൽ നിന്ന് സുവിശേഷം കേട്ട് ദൈവഭാഗത്ത് വന്ന മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞ ജാതികൾ, നോൺ ജ്യൂസ് അല്ലെങ്കിൽ യഹൂദരല്ലാത്തവർ. അവരെന്തോ ചെയ്തു? അവർ വന്നപ്പോഴേ അവരോട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് നിങ്ങൾ സഭയോട് ചേർന്നോളാം കേട്ടല്ലേ. ഇനി രണ്ടാമതൊരു കൂട്ടുണ്ട്. അവരാരെന്നറിയാമോ? അവര് യഹൂദ ക്രിസ്ത്യാനികളാണ്. മനസ്സിലായോ? അവര് പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവരാണ്. ഞങ്ങൾ 40-ാം ദിവസത്തിൽ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ പെസഹ കുഞ്ഞാടിന്റെ മാംസം തിന്നുന്നവരാണ്. ഞങ്ങൾ ഉത്സവങ്ങൾ ആചരിക്കുന്നവരാണ്. ഞങ്ങൾ മറ്റോരെ പോലെ ഇന്നലെ വരെ അമ്പലവൻ ക്ഷേത്രം തുള്ളി നടന്നിട്ട് ഇന്ന് ക്രിസ്ത്യാനിയാകാൻ വന്നവരല്ല. അതുകൊണ്ട് അവനെ പിടിച്ച് മുക്കുന്ന മാതിരി ഞങ്ങളെ പിടിച്ച് മുക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ, എന്നോട് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലയോ? ഞങ്ങളൊക്കെ പൂക്കാക്കുവാണ്. അല്ലേ? എന്താ പൂക്കാക്കു? പുരാതന കത്തോലിക്ക കുടുംബമാണ്. എനിക്ക് പൗലോസ് ഇവർക്ക് മറുപടി പറയാം. വാട്ട്? പാപസംബന്ധമായി മരിച്ചവരായ നിങ്ങൾ ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? മനസ്സിലായോ? യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന യാഗപീഠത്തിന്റെ അടുത്ത് വന്നപ്പോ എന്താ പറ്റി? ക്രിസ്തു എന്റെ രക്ഷിതാവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞപ്പോ ആദാമിൽ നിന്ന് ജനിച്ച പാപിയായ മനുഷ്യൻ അവിടെ മരിച്ചു. മനസ്സിലായോ? ഇനി എന്തോ ചെയ്യാ? അവന്റെ ശവം പൊക്കിക്കൊണ്ട് നീ നടക്കുന്നത്. മനസ്സിലായോ? പാപസംബന്ധമായി മരിച്ചവനായ നിങ്ങൾ അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. എന്തിനാ സ്നാനമേറ്റത്? പള്ളി ചേരാനാണോ? പെന്തക്കോസ്തി ചേരാനാണോ? പെന്തക്കോസ്തി ചേരാനല്ല, പള്ളി വിടാനുമല്ല, പള്ളി ചേരാനുമല്ല, പ്രസ്ഥാനത്തിൽ മാറാനുമല്ല, ഇതിനൊന്നുമല്ല സ്നാനപ്പെടുന്നത്. എന്തിനാ സ്നാനപ്പെടുന്നത്? ക്രിസ്തുയേശുവിനോട് ചേരുവാൻ. ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ എന്തുവാ സംഭവിച്ചത്? അവന്റെ മരണത്തിൽ പങ്കാളിയായ സ്നാനത്താൽ എന്ത് ചെയ്തു? അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. മനസ്സിലായോ? ക്രിസ്തുയേശുവിന്റെ മരണത്തിൽ കൂട്ടാളികളായി ചേർന്ന സ്നാനത്തിൽ നിങ്ങൾ പങ്കാളിയായി ചേർന്നപ്പോ ആരോടുകൂടി കുഴിച്ചിടപ്പെട്ടു? ക്രിസ്തുവിനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. അടുത്തത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടന്നതുപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജീവന്റെ പുതുക്കം, ന്യൂനെസ് ഓഫ് ലൈഫ്, പുതിയ ജീവൻ നിങ്ങൾക്ക് കിട്ടും. എപ്പോ നിങ്ങൾക്ക് പുതിയ ജീവൻ കിട്ടുന്നത്? ഈ സ്നാനക്കൊള്ളത്തിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞപ്പോ. മനസ്സിലായോ?
ഇനിയും പൗലോസ് പറയുന്ന വേറൊരു കാര്യം എന്നറിയാമോ? അതുകൊണ്ട് ഈ സ്നാനം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാദൃശ്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും സാദൃശ്യമാണ്. ഇനി ഒരു കാര്യം ചെയ്യണം, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി എങ്കിൽ കേട്ടല്ലോ, നമ്മുടെ കർത്താവിനും വീണ്ടും വരാൻ പോവാ. നമ്മുടെ കർത്താവിനും വീണ്ടും വരാൻ പോവാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല. നമ്മുടെ കർത്താവ് തിരിച്ചു വരാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആരൊക്കെ അവനോടുകൂടി എടുക്കപ്പെടുന്നത്? അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി എങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഉണ്ടല്ലോ. മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി എങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ചിലരോട് ചോദിക്കും, പാസ്റ്ററെ സ്നാനപ്പെട്ടെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ആരൊക്കെ സ്വർഗത്തിൽ പോകുന്നുള്ളതിന്റെ ലിസ്റ്റ് ദൈവം എൻ്റെ തന്നിട്ടില്ല. എങ്കിൽ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റേഷൻ കാർഡ് നമ്മൾ മണ്ണെണ്ണ മേടിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ ഈ റേഷൻ കാർഡ് അവരുടെ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ തരുന്ന മാതിരി എൻ്റെ സ്വർഗത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ് തന്നിട്ടില്ല. ഒരു കാര്യം എനിക്കറിയാം, വിശുദ്ധ സ്നാന ശുശ്രൂഷ. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. എന്തിനാ സ്നാനപ്പെടുന്നു പറഞ്ഞു? നമുക്ക് ഓർഡറും തെറ്റിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. ഒന്നാമത് എന്തിനാ സ്നാനപ്പെടുന്നത്? കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. രണ്ടാമത് നമ്മൾ എന്തിനാ സ്നാനപ്പെടുന്നത്? ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടല്ലേ. അങ്ങനെയാണ് നമ്മൾ പത്രോസ് ലേഖനം വായിക്കും. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനല്ല, പിന്നെ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ട്. സ്നാനത്തിന്റെ രണ്ടാമത്തെ പർപ്പസ്. സ്നാനത്തിന്റെ മൂന്നാമത്തെ പർപ്പസോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. എന്തിനാ സ്നാനപ്പെടാൻ പറഞ്ഞത്? സകല നീതിയും നിവർത്തിക്കുവാൻ. ദൈവത്തിന്റെ നീതിയാണ് സ്നാനം. നാലാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പേര് മാറ്റാൻ. എന്തുവാ നമ്മുടെ പേര് മാറ്റേണ്ടത്? ഈ കുളത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ പേര് വിശുദ്ധൻ എന്നാകും. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് തന്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ് നിങ്ങളെ ഓർപ്പിച്ചതാണ്. വേഗത്തിൽ എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകി കളയാൻ പറഞ്ഞു അല്ലേ. സ്നാനമേക്കുന്ന എന്തിനാണ്? പാപങ്ങളെ കഴുകിക്കളയുന്നതിനാണ്. അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം എന്തുവാ? യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചെങ്കിൽ വിശ്വസിച്ചത് ഹൃദയത്തിൽ നടന്ന കാര്യമാണ്, ശരീരത്തിൽ നടക്കുന്ന കാര്യമാണ് സ്നാനം അല്ലേ. വിശ്വാസത്തുള്ള പ്രതികരണമാണ് എന്ത്? സ്നാനം എന്ന് പറയുന്നത്. ഏഴാമത്തെ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റു. എട്ടാമത്തെ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഏകീഭവിക്കുന്നതിന്. എന്തിനാ യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഏകീഭവിക്കുന്നത്? എങ്കിൽ മാത്രമേ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, വിശുദ്ധ വേദപുസ്തകം സുവിശേഷങ്ങളും പുതിയ നിയമം മുഴുവൻ പഠിച്ചാൽ 9 പ്രാധാന്യത അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന വേറൊരൊറ്റ ശുശ്രൂഷയും പുതിയ നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. 9 പ്രാധാന്യത അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏത് ശുശ്രൂഷയ്ക്ക്? സ്നാന ശുശ്രൂഷയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രസംഗങ്ങളിലും സ്നാനത്തിന്റെ പ്രാധാന്യം കൂടെ പറയണം. നമ്മുടെ എല്ലാ കൂടിവരവുകളിലും സ്നാനത്തിന്റെ പ്രാധാന്യതയോടെ പറയണം. എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാതിരിക്കുന്നതിന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്നാന ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന പ്രിയ പൈതലിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പലപ്പോഴും ആളുകൾ സംശയദൃഷ്ടിയോടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നല്ല പാരമ്പര്യവും പള്ളിയും കുടുംബവും കുടുംബശ്രേഷ്ഠതയും ഒക്കെ വിട്ടിട്ട് ഈ സ്നാനപ്പെടുന്നതിന് വേണ്ടി അല്ലെ പെന്തക്കോസ്തിൽ പോകുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഇവരുടെ അവസ്ഥ എന്തുവാ? ഇവരുടെ അവസ്ഥ എന്താ? അതിന് ഏറ്റവും നല്ല മറുപടിയാണ് നിങ്ങൾ പറയാൻ പോകുക. ഒരു ചെറുക്കൻ്റെ കൂടെ ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുന്നുണ്ടേ, ഇവിടെ സ്ഥിതി എന്താകുമെന്ന് ആരോടാ ചോദിക്കണ്ടേ? അവനോട് തന്നെ ചോദിക്കണ്ടേ അല്ലേ? എടാ നിന്റെ കൂടെ ഇവളെ കെട്ടിച്ചു വിടുക, ഇവിടെ സ്ഥിതി എന്താകുമെന്ന് ആരോട് ചോദിക്കണം? അവനോട് തന്നെ ചോദിക്കണം. സ്നാനം എന്തിനു വേണ്ടിയാണ്? ആരോട് ചേരുന്നതിനാണ്? ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനം എടുക്കുകയാണ് അല്ലേ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കർത്താവിനോട് തന്നെ ചോദിക്കാം.
ഇതൊക്കെ വിട്ട് നിന്റെ കൂടെ ചേരുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ കുഞ്ഞിന്റെ സ്ഥിതി എന്തോ ആകും? എവിടെ ചെന്ന് അവസാനിക്കാൻ പോവാ? നമ്മുടെ കർത്താവ് പറയുന്നൊരു മറുപടി ഉണ്ട്. എൻ്റെ മിക്കവാറും പ്രസംഗങ്ങൾ നിങ്ങളത് കേട്ടിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. നിങ്ങൾ കേൾക്കുന്നതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അതേ പ്രസംഗം വീണ്ടും പറയാനുള്ള പ്രാഗൽഭ്യം എനിക്കുണ്ട്. ഒരിക്കൽ നസറായനായ യേശു ക്രിസ്തു കഫർന്നഹൂമിൽ കൂടെ സുവിശേഷം പ്രസംഗിച്ചു പോകുമ്പോൾ ഇൻകം ടാക്സ് ഓഫീസിന്റെ വെളുത്ത നിലനിന്ന് ജനൽ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ നോക്കി ഈ ശബ്ദം കേൾക്കാൻ. ജനലിൽ കൂടെ കർത്താവ് അവനെ വിളിച്ചു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. എന്നെ അനുഗമിക്കാൻ ഇല്ലേ? എന്തുകൊണ്ട് നിന്റെ എന്ന് ചോദിച്ചോ? നിനക്ക് എന്നാ യോഗ്യത എന്ന് ചോദിച്ചോ? യോഗ്യത കുറെ കൊല്ലം ആചാര്യായിട്ട് നടന്ന യോഗ്യതയുള്ളൂ കർത്താവിനല്ലേ? നിന്റെ എന്തോ ഉണ്ട്? നിന്റെ എന്തോ ഉണ്ട്? കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറക്കുകൾക്ക് ആകാശമുണ്ടെങ്കിൽ മനുഷ്യപുത്രനോ തലചായിപ്പാൻ മണ്ണിലടവില്ല. ഇല്ലയോ? പഴയ പാട്ടുണ്ട്, അരക്കാശിനും വകയില്ലാതെ തലചായിപ്പാനിടമില്ലാതെ. ആ മനുഷ്യപുത്രൻ വിളിക്കുകയാണ് എന്നെ അനുഗമിക്കാൻ. ചെറുപ്പക്കാരനെ വെച്ച് ഇവന്റെ എന്തോ ഉണ്ട്? അവൻ്റെ ഒന്നാം ക്ലാസ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗമുണ്ട് ഇല്ലേ? 1ാം ക്ലാസ്. കാര്യം ഇൻകം ടാക്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ. പെൻഷൻ പറ്റുന്ന സമയത്ത് റോമാ ഗവൺമെന്റ് ഒരു വലിയ കിഴി നിറച്ച് സ്വർണ്ണ നാണയം കെട്ടിക്കൊടുക്കും. റോമാ ഗവൺമെന്റിൽ പെൻഷൻ പറ്റുന്നവർക്ക് ഒരു വലിയ കിഴി നിറച്ച് സ്വർണ്ണ നാണയം കെട്ടിക്കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്തോ എന്നറിയാമോ? ദക്കപ്പലിയിൽ 10 പട്ടണം പണിതിട്ടുണ്ട്. സീ വ്യൂ ഉള്ള, ജനൽ തുറന്നാൽ കടൽക്കാറ്റ് കിട്ടുന്ന മനോഹരമായ പട്ടണങ്ങൾ വീട് പണിതിട്ടുണ്ട്. അത്രയും അവന് വേണ്ടി കൊടുക്കും. ആര്? റോമാ ഗവൺമെന്റ്. അത്രയും അവൻ്റെ ഉണ്ട്. വിളിക്കുക. ആര് വിളിച്ചു? നസറായ ഗുരു വിളിച്ചു, എന്നെ അനുഗമിക്കാൻ. നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടോ? പത്തായി നിനക്ക് നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ നഷ്ടപ്പെടാനുണ്ട്. ഇതൊക്കെ ലോകത്തിൽ വലിയ കാര്യങ്ങളാ. വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞിട്ട് നസറായന്റെ വിളിക്ക് പുറകെ ഇറങ്ങി തിരിച്ചു. ആര്? മത്തായി എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ. സ്വർഗസ്ഥനായ പിതാവിനോട് നമുക്ക് ചോദിക്കാം, ഇവന്റെ സ്ഥിതി എന്താകും? വീട്ടുകാർ ചോദിച്ചേക്ക് ഇവന്റെ സ്ഥിതി എന്താകും? നാട്ടുകാർ ചോദിച്ചേക്ക് ഇവന്റെ സ്ഥിതി എന്താകും? ഇവൻ എവിടെ ചെന്ന് അവസാനിക്കും? മറുപടി കിട്ടണേ. ഇവനീ ഇറങ്ങിത്തിരിക്കും സമയത്ത് സ്വർഗത്തിൽ വലിയൊരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ സ്കെച്ചും പ്ലാനും നടന്നുകൊണ്ടിരിക്കുക. കെട്ടിടത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് കേട്ടോണേ. 1400 മൈൽ നീളം, 1400 മൈൽ വീതി, 1400 മൈൽ ഉയരം എന്ന് പറഞ്ഞാൽ UK മുഴുവൻ നീളം 650 മൈലേ ഉള്ളൂ. UK മേള് പോലെ താഴെ വരെ നമ്മൾ വളർന്നാൽ എത്ര മൈലേ ഉള്ളൂ? 650 മൈലേ ഉള്ളെങ്കിൽ 1400 മൈൽ നീളവും വീതിയും ഉയരവുമുള്ള തനി തങ്കം കൊണ്ട് പണിത പട്ടണത്തിന് 12 അടിസ്ഥാന കല്ലുകളുണ്ട്. അതിലൊരു അടിസ്ഥാന കല്ലിന്റെ മേൽ ഒരു പുതിയ പേര് അന്ന് വീണ പേരെന്തെന്നറിയാമോ? മത്തായി. ഹല്ലേലൂയ. നസറായ ഗുരുവിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഹല്ലേലൂയ, മത്തായിക്ക് അറിയത്തില്ലായിരുന്നു സ്വർഗം അവന് വേണ്ടി കരുതി വെച്ചത് അതിനപ്പുറം ലോകത്തിനൊരു മനുഷ്യനെ ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, വലുതെന്ന് ലോകം ചിന്തിക്കുന്ന, മാന്യമെന്നും ശ്രേഷ്ഠമെന്നും ലോകം കാണുന്ന പലതും വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞുകൊണ്ട് നസറായ ഗുരുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നതിന് തീരുമാനിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയദൃഷ്ടി എന്ന് പ്രകാശിച്ചെങ്കിൽ നിനക്ക് കാണാൻ കഴിയുമെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമ ധനമെന്താണെന്ന്. ആരുടെ സ്വർഗം നിനക്ക് വേണ്ടി ചരതിച്ചു വെച്ചിരിക്കുന്നത്, നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, നിനക്ക് വേണ്ടി തീർപ്പ് കൽപ്പിച്ച് സ്വർഗം നിനക്ക് വേണ്ടി എഴുതി മാറ്റി വെക്കുന്ന മഹത്തായ സമ്പത്തിന്റെ ആ വലിയ സംഭാരം ഒന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ എന്നോർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ല, ഇന്ന് പകൽക്കാലം സ്നാനപ്പെടുവാൻ ഇറങ്ങിത്തിരിക്കുന്ന പ്രിയ പൈതലിന്റെ ഭാവി എന്താകും? സ്വർഗസ്ഥനായ പിതാവിനറിയാം. അവൻ അരുളി ചെയ്യും, അങ്ങനെ സംഭവിക്കും. അവൻ കൽപ്പിക്കും, അങ്ങനെ സ്ഥാപിതമാകും. അവന്റെ ആലോചന ശാശ്വതം, അവന്റെ ഹൃദയ വിചാരങ്ങൾ പ്രിയ പൈതലേ ഒരു തലമുറയല്ല, 2 തലമുറയല്ല, തലമുറകൾ തീർന്നു പോയാലും അവന്റെ ഹൃദയ വിചാരങ്ങൾ നിനക്ക് വേണ്ടി സ്ഥിരമായിരുന്നു. പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
പ്രിയ പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വപ്നമോൾ എഴുന്നേറ്റ് ഇവിടെ വന്നിട്ട് കാണാം. പ്രിയ പിതാവ് മുൻപോട്ട് വന്നാട്ടെ, ഷിൻഡു ബ്രദറും മുൻപോട്ട് വന്നാട്ടെ, സാബു ബ്രദറും നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്, കുഴപ്പമില്ല, മാനേജ് വിത്താറ്റ്. ബാക്കി മുന്നോട്ട് വന്നാട്ടെ. പക്ഷെ ഒരാൾ മതിയല്ലോ ഫോട്ടോ എടുക്കുന്നത്, രണ്ടുപേരും വേണം, ഒരാൾ വന്നാട്ടെ. മുൻപോട്ട് പ്രാർത്ഥിക്കാൻ പോവാം. നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ.